Hello, hi, welcome back to Chit Chat Malayalam podcast. And with you, this is Anuraj. അപ്പോൾ ചിറ്റ് ചാറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത്തവണയും നമുക്ക് നല്ലൊരു ടോപ്പിക് ലഭിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെയാണ്. ഇത്തവണ എഴുതിയിരിക്കുന്നത് സിത്താരയാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് നോക്കാം. നമ്മൾ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാകുന്ന ഒരു ചോദ്യം തന്നെയാകാം ഇത്. ലവ് ഓർ ഫ്രണ്ട്ഷിപ്പ് കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കാതിരിക്കുന്ന വഴിയില്ലല്ലോ അല്ലേ? മാസ് BGM ഒക്കെ ഇട്ട് ഈ ഒരു ചോദ്യം, പിന്നെ അതിനൊരു ഉത്തരം. കരയിപ്പിച്ച അല്ലെങ്കിൽ ഇട്ടേച്ച് പോയ പ്രണയത്തേക്കാൾ നല്ലത് എന്തിനും കൂടെ നിൽക്കുന്ന ചോദിച്ചാൽ ചങ്ക് പറിച്ചു തരുന്ന സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് തേഞ്ഞു പോയ ഒരുപാട് ഡയലോഗുകൾ. പ്രണയങ്ങളൊക്കെ തേപ്പാണെന്നും എന്തിനും കൂടെ നിൽക്കാൻ സുഹൃത്തുക്കൾ മാത്രമേ കാണൂ എന്നൊക്കെയാണ്. ഇതൊക്കെ പൊതുവെ പറഞ്ഞു വെക്കാറുള്ളതുണ്ടോ? അങ്ങനെയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്കും? ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ളവർക്ക് പറഞ്ഞാഘോഷിക്കുന്ന ചില പൊള്ളയായ വാക്കുകൾ എന്നതിനപ്പുറം ഇതിലൊന്നും തന്നെ ഇല്ലെന്ന് തോന്നാറുണ്ട് അല്ലേ? അതുതന്നെയാണ് സത്യവും. എല്ലാ പ്രണയവും തേപ്പാണോ? അറിയില്ലല്ലേ. എല്ലാ സൗഹൃദങ്ങളും ചങ്ക് പറിച്ചു തരുന്നതാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അല്ല എന്ന് തന്നെ വേണേൽ പറയാം. ഈ പറയുന്ന തേപ്പൊക്കെ, അതായത് പണിതരുന്ന സൗഹൃദങ്ങളും അതുപോലെ തന്നെ പണിതരുന്ന പ്രണയങ്ങളും ഉണ്ട്. ഫ്രണ്ടാണ് എന്നതുകൊണ്ട് ആരും മഹാനൊന്നും ആവാനും പോകുന്നില്ല എന്നത് ഇങ്ങനെയൊക്കെ എഴുതിയിടുന്നവർക്ക് എന്താണാവോ മനസ്സിലാവാത്തത്? ആണെന്ന് തോന്നും പലതും കണ്ടാൽ. ആത്മാർത്ഥമായ സൗഹൃദങ്ങളും ആത്മാർത്ഥമായ പ്രണയങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മാർത്ഥത തൊട്ട് തീണ്ടാത്തത് രണ്ടിലും ഉണ്ടാകും എന്നതുകൂടെ നമുക്ക് പറയേണ്ടതാണ് അല്ലേ? ബന്ധങ്ങളുടെ ആഴവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ നിർണ്ണയിക്കുന്നത് അതിലുള്ള വ്യക്തികളാണ്. കൂടെ നിൽക്കുന്ന, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന നല്ല നല്ല സൗഹൃദങ്ങൾ വേണം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എന്നാലും ഒരാളെങ്കിലും വേണം നല്ലൊരു സുഹൃത്തായി. പ്രണയവും വേണം കൂടെ നിൽക്കുന്ന നല്ലൊരു കൂട്ടായിട്ട്. ഈ പ്രണയം എന്നത് ടീനേജിൽ മാത്രമുള്ള ഒന്നാണ് എന്ന് കരുതുന്നവരാണെന്ന് തോന്നുന്നു പ്രണയത്തെ പുച്ഛിച്ച് മാറ്റി നിർത്തുന്നത്. ഏറ്റവും നല്ല സുഹൃത്തായി എന്നും കൂടെയുള്ള ഒരു പ്രണയത്തിന് മറ്റു പലതിനേക്കാളും സൗന്ദര്യം ഉണ്ടാവാറുമുണ്ട്. എല്ലാം എന്ന് പറയുന്നില്ല, കാരണം എല്ലാവർക്കും കൂടി കോമണായി എഴുതി തയ്യാറാക്കി വെച്ച ഒരു തിയറിയൊന്നും അല്ലല്ലോ. ഓരോ മനുഷ്യനനുസരിച്ച് അതിങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കുന്നു. ലവ് ഓർ ഫ്രണ്ട്ഷിപ്പ് എന്ന ചോദ്യം ചോദിക്കുന്നവർ ഇത് രണ്ടും എന്തെന്ന് കൂടി അറിയാത്തവരാണ്. എങ്ങനെയാണ് ബന്ധങ്ങളിൽ ഒന്നിനെ മാത്രം എടുക്കുക? തലക്കെട്ട് കൊണ്ട് മാത്രം എന്തിനാണ് ബന്ധങ്ങളെ അല്ലെങ്കിൽ ആളുകളെ വിലയിരുത്തുന്നത്? ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് മാത്രം നോക്കൂ. ആഴമുള്ള നമ്മളെ നമ്മളാക്കുന്ന ബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുക, ചേർത്ത് പിടിക്കുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിറ്റ് ചാറ്റ് മലയാളം പോഡ്കാസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ചിറ്റ് ചാറ്റ് മലയാളം പോഡ്കാസ്റ്റ്. താങ്ക്സ് ഫോർ ലിസ്ണിംഗ്. See you soon.